ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കർത്താവിൻ്റെ ഒരു സാക്ഷിയായി മാറാൻ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ ദൈവിക ഇടപെടലുണ്ടാകാൻ, ഒരു വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ഇന്ന് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് ഏറ്റെടുത്ത് നടത്തുന്ന ദിവസമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന ദൈവം ഇന്ന് നമ്മുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ, ജോലിസ്ഥലത്ത്, വ്യക്തിപരമായ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ ഇന്ന് കർത്താവ് നമുക്ക് ഇടവരുത്തട്ടെ. ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് രക്ഷകനായ ദൈവത്തിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവിൻ്റെ രക്ഷയുടെ കരം പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 18:2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും, എൻ്റെ പരിചയും രക്ഷാശൃംഗവും അഭയകേന്ദ്രവും. സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. മരണപാശം എന്നെ ചുറ്റി, വിനാശത്തിൻ്റെ പ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു. പാതാളപാശം എന്നെ വരിഞ്ഞു മുറുക്കി, മരണത്തിൻ്റെ കുരുക്ക് എൻ്റെ മേൽ ഇതാ വീഴുന്നു. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും, കഷ്ടതകളെയും, നിയോഗങ്ങളെയും, ബുദ്ധിമുട്ടുകളെയും, എല്ലാ പദ്ധതികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരുമില്ലാത്തവർക്ക് ദൈവം തുണയേകും എന്ന് അരുളി ചെയ്ത നാഥ, ഇന്ന് നിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ കണ്ണുനീർ നീ ഒപ്പണമേ. അവരുടെ ആവശ്യങ്ങളിൽ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ ഇവരുടെ ആവശ്യങ്ങളെ നീ മാനിച്ച് ഇന്ന് എനിക്ക് ദൈവം കൂടെയുണ്ട് എന്ന് വിളിച്ചു പറയാനായി ഒരു സാക്ഷിയാക്കി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ മാറ്റണമേ. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ദൈവം എൻ്റെ കഷ്ടകാലത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് എന്ന് ഉറക്കെ ഈ ലോകത്തോട് വിളിച്ചു പറയാൻ തക്കവണ്ണം ദൈവിക സാന്നിധ്യം ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെടാനും ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ പ്രവർത്തിക്കുന്നത് കാണാനും ഇന്ന് കർത്താവെ ഞങ്ങളുടെ കണ്ണുകൾക്ക് ഇടവരുത്തണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രത്യേകമായി പരീക്ഷയുള്ളവരെ സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം ആശുപത്രിയിൽ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആദ്യമായി ജോലിക്ക് കയറുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥലത്തെ എല്ലാ ബുദ്ധിമുട്ടുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിവാഹത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നവരെ സമർപ്പിക്കുന്നു. മക്കളുടെ വിവാഹത്തെ സമർപ്പിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസത്തെ സമർപ്പിക്കുന്നു. ഇന്ന് പഠനം തുടങ്ങുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിനികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് നിന്റെ സഹായം ആവശ്യമായ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയുണ്ടാകണമേ. ഇന്നൊരു ജീവിതത്തിനൊരു പുതിയ അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രതിസന്ധികളിൽ
പ്രയാസങ്ങളിൽ, ആവശ്യങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, കഷ്ടതകളിൽ കർത്താവേ, നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നീ സമീപസ്ഥനാണ് എന്ന് തോന്നിക്കുന്ന തരത്തിൽ, എന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ നിന്റെ പരിശുദ്ധ സാന്നിധ്യവും ഇടപെടലും ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, കരുണ തോന്നണമേ. നിന്റെ സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്ന എല്ലാവർക്കും നീതിമാനായ ദൈവമേ, സഹായമയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുവോ, ദൈവമേ, തക്ക സമയത്ത്, കൃത്യസമയത്ത് അവിടുന്ന് സഹായം അയച്ച് ഇവരുടെ നിലവിളിക്ക് ഉത്തരം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഇന്ന് എല്ലാം കൊണ്ടും നല്ല ഒരു ദിവസമാക്കി, അർത്ഥവത്തായ ദിവസമാക്കി ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം വിജയവും സംരക്ഷണവും നൽകി അനുഗ്രഹിച്ച് ഞങ്ങളെ ഇന്ന് നീ കാത്തുകൊള്ളണമേ. കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങളെ പക്ഷി ചിറകിൻ കീഴിൽ കാത്തു സംരക്ഷിക്കുന്നത് പോലെ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ ചിറകിൻ കീഴിൽ കാത്തു സംരക്ഷിച്ച് ഞങ്ങൾക്ക് വിജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനം നൽകി, സന്തോഷം നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളുടെ രക്ഷാശിലയും കോട്ടയും വിമോചകനും ശക്തനുമായ ഞങ്ങളുടെ പരിപാലകനായ ദൈവമേ, ഞങ്ങളുടെ ശക്തിയുടെ ഉറവിടമേ, ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നീ സംപ്രീതനായി എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളിൽ ഇടപെട്ട് ഇന്ന് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ദിവസമാക്കി മാറ്റി കർത്താവിൻ്റെ രക്ഷ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെ, നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.